എന്റെ ചേച്ചി നേഴ്സിംഗ് ബാംഗ്ലൂരായിരുന്നു കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവളെ കാണാനായിട്ട് ഇടയ്ക്ക് ഞങ്ങൾ അവിടുത്തെ ഹോസ്റ്റലിലേക്ക് പോകാറുണ്ട്. അപ്പൊ അവളുടെ കൂടെ അവിടെ പഠിക്കണ കുറച്ച് കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിലൊക്കെ കുട്ടികളുണ്ട്. അവരുണ്ടല്ലോ എന്നെ അവരെ റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് എന്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും ട്ടാ. അവർക്ക് നമ്മുടെ തൃശ്ശൂർ ഭാഷ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവരെന്നെ അവിടെ കൊണ്ടുപോയി ഇരുന്നിട്ട് ഓരോന്ന് ചോദിച്ച് എന്നിട്ട് അവരിരുന്ന് ചിരിക്കും. പക്ഷെ ഞാൻ വിചാരിക്കേ ഞാൻ നോർമലായിട്ടാണ് സംസാരിക്കുന്നത്. ഇവർക്ക് എങ്ങനെ ഇത് തൃശ്ശൂർ ഭാഷയായിട്ട് തോന്നണേ? ഇവർക്ക് എന്നിട്ട് ഇതിൽ ഇത്രമാത്രം ചിരിക്കാനുള്ളതെന്നൊക്കെ കേട്ടാ. ചോദിച്ചത് എന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ചിലപ്പോ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത്, എന്നിട്ട് മോളെ ഒന്നും കൂടി പറയും എന്നൊക്കെ പറഞ്ഞിട്ട്, നീ ഇങ്ങനെ പറഞ്ഞ നിന്റെ ഭാഷ കേൾക്കാൻ എന്ത് രസം, ഒന്നും കൂടി പറയും പ്ലീസ് എന്നൊക്കെ പറയൂട്ടാ. എനിക്കപ്പ അവരുടെ ഭാഷയാണ് ഒരു അതിശയായിട്ട് തോന്നുക. ഒരു സിന്ധു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചേച്ചി ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തുള്ളത് ട്ടാ. ആ ചേച്ചി എന്നെ കൂടുതലും വിളിച്ചോണ്ട് പോയിട്ട് എന്റെ വർത്താനം കേൾക്കാനായിട്ടൊക്കെ ഇരിക്കാറുള്ളത് ട്ടാ. അന്ന് എനിക്ക് മനസ്സിലായി നമ്മുടെ ഈ തൃശ്ശൂർ ഭാഷ അത്ര മോശം നല്ല ക്യൂട്ടാണ്. കാരണം കേൾക്കുന്നവർക്ക് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള ഒരു കൊതി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഭാഷയായിട്ടാണ് ട്ടോ. സിനിമയിലൊക്കെ നമ്മുടെ ഈ തൃശ്ശൂർ ഭാഷനെ ഒരു കോമാളി രൂപത്തിലാണ് കാണിക്കാറുള്ളത്. എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ഇത്ര നോർമലായിട്ട് സംസാരിച്ചിട്ടും ഈ മറ്റു ജില്ലക്കാർക്ക് ഇത് എങ്ങനെയാണ് തൃശ്ശൂർ ഭാഷയാണെന്ന് മനസ്സിലാവണേന്നാണ്. അപ്പൊ തൃശ്ശൂർ ഭാഷയെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യട്ടാ. അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.